അപ്പം നമ്മൾ ട്രാവൽ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട് ഒത്തിരിയായല്ലേ. കൂടുതലും എന്താണെന്ന് വെച്ചാലേ സമ്മർ സീസണൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഔട്ട്ഡോർ പിള്ളേരെയും കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു സുഖകരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പിള്ളേരാകെ വേർത്ത് പിന്നെ പനി അങ്ങനെ കുറേ ഇതൊക്കെ ആയതുകൊണ്ട് കൂടുതലും നമ്മൾ ഷോപ്പിംഗ് മാളുകളിലോ അങ്ങനെയൊക്കെയാണ് കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഈ പോകുന്ന ഒരു പാർക്കുണ്ടല്ലോ, അവിടെ നമ്മൾ 2 പ്രാവശ്യം അവിടെ പോയിരുന്നു. അവിടെ ഇപ്പോൾ നമ്മൾ ഈ സമ്മർ സീസണിലായാലും പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മരങ്ങളൊക്കെ കൂടുതലുള്ളത് കൊണ്ടായിരിക്കും ഒരു കാറ്റും ഒരു സുഖമാണ് അവിടെ ഇരിക്കാൻ. നമുക്ക് അത്ര അസ്വസ്ഥമായിട്ട് തോന്നിയിട്ടില്ലേ. സാധാരണ നമ്മൾ ഈ പാർക്കുകളിലൊക്കെ പോകുമ്പോഴത്തേന് അവിടെ ആ സമ്മർ ടൈമിൽ ചെന്നിരിക്കുമ്പോഴത്തേന് നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ്. അവിടുന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് പോയാൽ മതി എന്നുള്ളൊരിതാണ്. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ പിള്ളേർക്കും ഇവിടെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. കാരണം അവർക്ക് ഓടി നടന്ന് കളിക്കാനായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാർ പാർക്കിങ്ങിനാണെങ്കിലും ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് നേരത്തെ വന്നപ്പോഴൊക്കെ നമുക്ക് ഉള്ളിലായിട്ടാണ് പാർക്കിങ് കിട്ടിയത്. ഇതിപ്പോൾ നമുക്ക് ചെന്നപ്പോഴേ ദേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ പാർക്കിങ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് കയറാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ജാനിക്കുട്ടി അതിൻ്റെ ഹെൽമെറ്റും കയ്യിലിടുന്ന ഗ്ലൗസും ആ സംഭവങ്ങളൊക്കെ എടുത്തിടുവാണ്. മോങ്കുട്ടനുണ്ടായിരുന്നു. മോങ്കുട്ടൻ്റെ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയാൽ നമുക്കിതുണ്ടെങ്കിലാണ് കൂടുതലും നമുക്കൊരു സേഫ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ പിള്ളേർ വീഴുകയോ എടുക്കുകയും ചെയ്യുമ്പോഴത്തേന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. ഹെൽമെറ്റൊക്കെ ഉണ്ടെങ്കിലേ അവർ കൂടുതലും അതിന് ഒരിത് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അവർ പിള്ളേരെ അധികം അതിനുള്ളിലോട്ടൊന്നും ഇറക്കത്തില്ല. പിന്നെ ജാനിക്കുട്ടിയൊക്കെ ഇപ്പോൾ തുടക്കമായതുകൊണ്ട് ഉള്ളിലുള്ള ആ സംഭവങ്ങളിലൊന്നും അവരെ കയറ്റില്ല. അവർക്ക് ഈ പുറത്തൂടെയൊക്കെ കളിച്ച് നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ജാനിക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കേറ്റിംഗ് ബോർഡ്, മറ്റേ സ്കേറ്റിങ്ങിൻ്റെ സൈക്കിളുണ്ട്. പിന്നെ ഇപ്പോൾ സ്കേറ്റിംഗ് ഷൂ കുറച്ച് കഴിഞ്ഞ ബർത്ത്ഡേക്ക് വേണമെന്ന് പറഞ്ഞ് മേടിപ്പിച്ച അന്ന് തൊട്ടേ ആൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇവിടെ കോറിഡോറിലുമൊക്കെ ആൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് ആൾ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തായിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് വീഴും. പക്ഷേ നമ്മൾ അതങ്ങനെ അത് വലിയ നമ്മൾ മൈൻഡ് ആക്കണ്ട. കാരണം നല്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രമല്ലേ ഉള്ളൂ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. പിന്നെ വീഴുമ്പോൾ സൂക്ഷിച്ചൊക്കെ പോകണം. വീഴുമ്പോൾ ഒരുപാട് ഇതിൽ വീഴരുതെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ വീണ് കഴിഞ്ഞാൽ എങ്ങനെയുള്ള അവസ്ഥയാണെന്ന്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു മോൻ വീഴുകയൊക്കെ ചെയ്തായിരുന്നു. ആ കുട്ടിക്കാണെങ്കിൽ ഹെൽമെറ്റും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ആണെങ്കിലും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുഞ്ഞി പിള്ളേരൊക്കെ ആകുമ്പോൾ അവരങ്ങ് കുറച്ച് കണ്ണടച്ച് വിടും. പിന്നെ ഇവിടെ പാർക്കുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ടും നമുക്ക് ഇരിക്കാനായിട്ടുള്ള നല്ല സൗകര്യമുണ്ട്. അവിടെ ചെന്നിരുന്നാലും നല്ല കാറ്റാണേ. ഇതവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മിക്കവരും ഹെൽമെറ്റൊന്നും ഇല്ലാതാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് ഇച്ചിരി ബോറായിട്ട് തോന്നും. കാരണം നമുക്കവിടെ വേറെ എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ കുട്ടികളെ നോക്കുക എന്നുള്ളത് നമ്മുടെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെല്ലുന്ന സമയത്ത് കുട്ടികൾ വീഴുകയോ എടുക്കുകയോ എന്നുള്ള ഒരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മൾ പിള്ളേരുടെ പുറകെ ആയിരിക്കും എപ്പോഴും. സത്യം പറഞ്ഞാൽ ഈ ട്രാവലിംഗ് ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കുന്നതിന് ഒട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം അത് നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പം നമുക്ക് അവിടുത്തെ ആ കാര്യങ്ങളൊന്നും ഒത്തിരി ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ തന്നെയാണല്ലോ, നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല. പക്ഷേ പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാനിങ്ങനെ കൂടുതലും വീഡിയോ എടുക്കുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ എടുക്കാതെ വിട്ടിട്ടുണ്ട്. കാരണം എനിക്ക് വീഡിയോ എടുക്കുന്നതിലും അത് കണ്ട് ആസ്വദിക്കുന്നതിലാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞു. കാരണം ഒത്തിരി താമസിച്ചു. മോനുവിനാണെങ്കിലും ഇപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അടുത്ത തവണ വരുമ്പോൾ ഹെൽമെറ്റൊക്കെ ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി കയ്യിലിരുന്ന പാഡും ആ കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന്. ജാനിക്കുട്ടി നല്ല ഇതിൽ ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു ചെറിയൊരു പേടിയുണ്ട്. കാരണം വേറെ ആരുടെയോ ഒരിതും ഇല്ലാതെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പേടിയും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഇവിടെ ആണെങ്കിലും നമുക്ക് നടക്കാനായിട്ട് പ്രത്യേക ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളോട് പറയും അതിൽ നടക്കരുതെന്നൊക്കെ പറയും. നമുക്ക് നടക്കാനായിട്ട് ഇപ്പുറത്തൂടെ ചെറിയൊരു പാത്ത് വേ ഒക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൂടെ നടക്കണം എന്നൊക്കെ പറയും. ഇപ്പം തന്നെ കാണാം ജാനിക്കുട്ടിയുടെ അപ്പുറത്തൂടെ കണ്ടോ ഒരാൾ നടക്കുന്നത്. അതിലേക്കൂടാണ് നമ്മൾ നടക്കേണ്ടത്. നമുക്കിതിലേക്കൂടെ നടക്കാനുള്ള പെർമിഷൻ ഇല്ലേ. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ലേഡി ഇതുപോലെ പറഞ്ഞത് അതിലേ നടക്കരുത്, ഇതിലേ നടക്കാവുള്ളൂ എന്ന് പറഞ്ഞത്.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാനായിട്ടൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഈ പിള്ളേർ എന്ത് ചെയ്താൽ വരില്ല. കാരണം അവർക്കത് എന്താ പറയുന്നത്, അവർക്കത് ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നി. നമുക്കവിടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ചിലപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഒത്തിരി ഇറങ്ങി ചെന്നാൽ നമുക്കിതൊക്കെ ചിലപ്പോൾ ഇഷ്ടമാകുമായിരിക്കും കേട്ടോ. ഇതിവിടെ ചെയ്യുന്നത് പ്രൊഫഷണലായിട്ട് പ്രാക്ടീസ് ചെയ്തവരൊക്കെയാണ്. അവിടെ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തേ പോകാമെന്ന് പറഞ്ഞാൽ എല്ലാം ഇതാക്കുന്നുണ്ട്, ഊരുന്നുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഇടയ്ക്ക് ഫുഡൊക്കെ സ്നാക്സൊക്കെ കൊണ്ടുപോയായിരുന്നു. അവിടുന്ന് മേടിക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ്ലിയാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് ഇച്ചിരി വെള്ളത്തിനാണേലും ചാർജൊക്കെ കൂടുതൽ. ഇവിടെ കണ്ടോ ഇങ്ങനെ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ കഫേ ഉണ്ട്. പക്ഷേ അവിടെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഞങ്ങളൊരു തവണ വെള്ളം മേടിച്ചപ്പോഴത്തേനും നല്ല ചാർജായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് സ്നാക്സും വെള്ളമൊക്കെ കൊണ്ടുവരാറുണ്ട്. ദുബായിൽ ഫ്രീ ആയിട്ട് ഇതുപോലെ കുറേ എൻ്റർടൈൻമെൻറ്റ് ഏരിയകളുണ്ട് കേട്ടോ, ഒത്തിരിയുണ്ട്. നമുക്കിപ്പം കുറേ എണ്ണം ഞങ്ങൾ പോയിട്ടുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഫ്രീ ആയിട്ടാണ്. ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ആക്കുമോയെന്നൊന്നും അറിയത്തില്ല. കാരണം ഇത്രയും ഫ്രീ ആയിട്ടെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനും പാടാണ്. ഇതുപോലെ സ്കേറ്റിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന വേറെ അധികം ഏരിയ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഒരുപാട് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടും. അല്ലാതെ കുറേ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ട്രാവൽ വ്ലോഗുമായിട്ട് ഉടനെ വരാം കേട്ടോ. ബൈ.